തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് അനുഭവപ്പെടുന്ന വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ നമ്മുടെ ഓഹരി വിപണി ഇടിഞ്ഞിരുന്നു. ഓഹരി വിപണി ഇടിയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണിയിലെ പ്രമുഖർ അടങ്ങിയ ഒരു ടീമും AIFL സെക്യൂരിറ്റി വിങ്ങും ചേർന്ന് നടത്തി ഒരു സർവേ നടത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നത്, അത് ഈ ഭരണം പോകുമോ എന്നുള്ള സർവേ നടത്തിയിരുന്നു. ആ സർവേയിൽ അവർ ഓരോ സംസ്ഥാനത്തും BJPക്ക് ലഭിക്കുന്ന സീറ്റുകൾ അവർ കൃത്യമായി തന്നെ ഒരു സർവേ ഫലം പുറത്തുവിട്ടു. ആ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഓഹരി വിപണിയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനം. ഏതായാലും അവരുടെ സർവേ ഫലം ഇങ്ങനെയാണ്. ഇത്തവണ BJP ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് UP, ഒഡീഷ, ബംഗാൾ, തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ആയിരിക്കും. ഇവിടെ കൂടുതൽ സീറ്റുകൾ BJP നേടും. വോട്ടിംഗ് ശതമാനം ടോട്ടലി നോക്കുമ്പോൾ കേവലം 3% മാത്രമാണ് അല്പം കുറവ് വന്നിരിക്കുന്നത്. UPയിൽ 80 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതിൽ 72 സീറ്റുകൾ BJP തനിച്ചു നേടും. മധ്യപ്രദേശിൽ 29 സീറ്റുകളാണുള്ളത്. അതിൽ 28. ഗുജറാത്തിൽ 26 BJPക്ക്. മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളാണുള്ളത്. അതിൽ BJP തനിച്ച് 25 സീറ്റുകൾ നേടും. കർണാടകത്തിൽ 28 സീറ്റാണുള്ളത്. BJP തനിച്ച് 21 സീറ്റ് നേടും. ഇവിടെ കുമാരസ്വാമിയുടെ JDSുമായിട്ട് അലയൻസാണ് BJP അവിടെ മത്സരിക്കുന്നത്. ബംഗാളിൽ 42 സീറ്റുകളാണുള്ളത്. ഇവിടെ 23 സീറ്റ് BJP നേടും. രാജസ്ഥാനിൽ 25 സീറ്റുകളാണുള്ളത്. അതിൽ 20 BJP നേടും. ഒപ്പം തന്നെ ബീഹാറിൽ 40 സീറ്റാണുള്ളത്. അതിൽ 17 BJP നേടും. അവിടെ JDUമായിട്ട് സഖ്യമുണ്ട് BJPക്ക്. ഒഡീഷയിൽ 21 സീറ്റാണ്. അതിൽ 13 BJP നേടും. ജാർഖണ്ഡിൽ 14ആണ്. അതിൽ 11 സീറ്റ് BJP നേടും. ആസാമിൽ 14ൽ 9, ഹരിയാനയിൽ 10ൽ 6, ഛത്തീസ്ഗഡിൽ 11ൽ 9, ദില്ലിയിൽ 7ൽ 7, ഉത്തരാഖണ്ഡ് 5ൽ 5, ഹിമാചൽ പ്രദേശിൽ 4ൽ 4, തെലങ്കാനയിൽ 17 ലോക്സഭാ സീറ്റാണുള്ളത്. അതിൽ 7 എണ്ണം, ജമ്മു കാശ്മീരിൽ 6 ലോക്സഭാ സീറ്റാണുള്ളത്. അതിൽ 3 എണ്ണം, ആന്ധ്രാപ്രദേശിൽ ആദ്യമായി തന്നെ 25 സീറ്റിൽ 3 സീറ്റ് BJP നേടും. കഴിഞ്ഞ തവണ വട്ടപൂജ്യമായിരുന്നു. 3 സീറ്റ് നേടും. അരുണാചൽ പ്രദേശിൽ 2ൽ 2 BJP. പഞ്ചാബിൽ 13 സീറ്റാണുള്ളത്. അതിൽ 2 എണ്ണം BJP നേടും. തമിഴ്നാട്ടിൽ 38 സീറ്റാണുള്ളത്. അതിൽ 2 BJP നേടും. ത്രിപുരയിൽ 2 സീറ്റേ ഉള്ളൂ. അത് BJP നേടും. ഗോവ 2, ദമൻ-ദിയു 1, കേരളം 1. അങ്ങനെ 542 അംഗ ലോക്സഭയിൽ BJP തനിച്ച് 320 സീറ്റ് നേടും എന്നുള്ള സർവേ. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഓഹരി വിപണി പിന്നീട് കുതിച്ച് ഉയർന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വോട്ട് സിംഗിങ് ഇപ്രാവശ്യം എങ്ങും കാണാൻ കഴിഞ്ഞില്ല. BJPയുടെ വോട്ട് നില അതേപോലെ തന്നെ തുടരും. കഴിഞ്ഞ തവണത്തേക്കാൾ 17 സീറ്റ് BJP അധികമായി നേടുമെന്നും ഈ സർവേ പറയുന്നു. ഏതായാലും ഈ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഓഹരി വിപണി വീണ്ടും കുതിച്ചുയർന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.